സുഖിനോ ഭവന്തു. ധാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സുഖിനോ ഭവന്തുവിലേക്ക് സ്വാഗതം. സുഖിനോ ഭവന്തു. ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനുള്ള ജ്ഞാനം എന്നാണ് ആയുർവേദം എന്ന വാക്കിൻ്റെ അർത്ഥം. അത് കേവലം രോഗം സൗഖ്യമാക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ല, മറിച്ച് വാതപിത്ത കഫാദികളുടെ സന്തുലിതാവസ്ഥയിൽ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുക എന്നതാണ്. സുഖിനോ ഭവന്തുവിൽ ഇനി വൈദ്യോപദേശം. സോറിയാസിസ് ഒരു പകരുന്ന രോഗമല്ല. അതുപോലെ തന്നെ സാധാരണഗതിയിൽ അത് മരണകാരിയായ രോഗവുമല്ല. എന്നിരുന്നാലും കടുത്ത ചൊറിച്ചിൽ മൂലവും അഭംഗി കൊണ്ടും തൊലിയിലുണ്ടാകുന്ന മറ്റ് വ്യത്യാസങ്ങൾ കൊണ്ടും രോഗിയുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. വെളുത്ത നിറത്തിലും വെള്ളി നിറത്തിലുമുള്ള ശൽക്കങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ചുമന്ന നിറത്തിലുള്ള തൊലിയോ വരണ്ടുണങ്ങിയതായ തൊലിയോ അതുപോലെ രക്തം വാർന്നൊലിക്കുന്ന തൊലിയോടുകൂടി ഉള്ള ചർമ്മവും അതുപോലെ തന്നെ കുത്തുപാടുകൾ വീണിട്ടുള്ള നഖങ്ങളും പൊട്ടിയിളകിയ നഖങ്ങളും കാലക്രമത്തിൽ അല്ലെങ്കിൽ പഴക്കത്തിൽ സന്ധിവേദനയും നീരും അങ്ങനെ പല ലക്ഷണങ്ങളോടുകൂടിയാണ് സോറിയാസിസിനെ കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വെള്ളി നിറത്തിലുള്ള ശൽക്കങ്ങളോടുകൂടിയ ചുമന്ന നിറത്തിലുള്ള തൊലിയോടുകൂടിയ ബ്ലാക്ക് സോറിയാസിസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സോറിയാസിസ് ഉണ്ടാകുന്നത് ജീവിത ശൈലിയിലെയും ആഹാര രീതിയിലുള്ള ക്രമക്കേടുകളും മറ്റു മൂലമാണ് സോറിയാസിസ് ഉണ്ടാകുന്നത്. ആഹാരങ്ങൾ കടൽ മീനും പാലുൽപ്പന്നങ്ങളും ചേർത്ത് കഴിക്കുക, പുളിയുള്ളതും പുളിപ്പിക്കുന്നതുമായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, മദ്യം, പുകവലി ഇങ്ങനെയുള്ള ശീലങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, മറ്റ് ജനിതക ഘടകങ്ങൾ, വൈറസ് രോഗങ്ങൾ, ചില ഇൻഫെക്ഷൻസ് ഒക്കെ തന്നെ സോറിയാസിസിന് കാരണമാവാറുണ്ട്. ആയുർവേദത്തിൽ വളരെ വിദഗ്ധമായ ചികിത്സ സോറിയാസിസിനുണ്ട്. മഹാതിക്തഘൃതം, ആരഗ്വതാദി മഹാതിക്തഘൃതം പോലുള്ള ഘൃതങ്ങൾ വെച്ചിട്ടുള്ള സ്നേഹപാനം, യുക്തമായ ഔഷധത്താൽ ശരീരപ്രകൃതി അനുസരിച്ചിട്ടുള്ള ദോഷപ്രകൃതി അനുസരിച്ചിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ, വമനവും വിരേചനവും ചെയ്ത് തുടർന്ന് രസായന ചികിത്സ ചെയ്യുന്നതും വളരെ നല്ലതാണ്. തക്രധാര ലേപനം തുടങ്ങിയ ശമന ചികിത്സകളും വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ആഹാരം ശ്രദ്ധിക്കേണ്ടത് പുളിയുള്ളതും പുളിച്ചുതേട്ടിലുണ്ടാക്കുന്നതും പുളിപ്പിക്കുന്നതുമായ ആഹാരങ്ങൾ, ശരീരത്തിന് ചൂടുണ്ടാക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ശരീരത്തിനെ തണുപ്പിക്കുന്നതും പെട്ടെന്ന് ദഹിക്കുന്നതുമായ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്. ക്യാരറ്റ്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ്. മദ്യപാനം, പുകവലിയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ജീവിതചര്യ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. കൃത്യമായ സമയത്തുള്ള ഉറക്കം, അതുപോലെ മാനസിക സമ്മർദ്ദം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ്. സോറിയാസിസ് രോഗം ശ്രദ്ധിച്ചാൽ വളരെയധികം കുറച്ച് നിർത്തി അത് കൺട്രോളിലാക്കി വീണ്ടും വരാതിരിക്കുവാൻ ആയുർവേദ ചികിത്സകൾക്കും കഴിയുന്നതാണ്. സോറിയാസിസ് രോഗികളുടെ മാനസികമായ ഒരു ഭാവം പലപ്പോഴും സോറിയാസിസ് രോഗം വരാതെ അല്ലെങ്കിൽ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നിലപാടെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ മാനസികമായി പ്രോത്സാഹിപ്പിക്കാനും വേണ്ട നടപടികൾ ആവശ്യമാണ്. സുഖിനോ ഭവന്തു. 5000-ലധികം വർഷം പഴക്കമുള്ള ചികിത്സാശാസ്ത്രമാണ് ആയുർവേദം. രോഗമുള്ള വ്യക്തിക്ക് രോഗശമനത്തിനും ആരോഗ്യമുള്ള വ്യക്തിക്ക് ആരോഗ്യ സംരക്ഷണത്തിനും ഇത് പ്രാധാന്യം നൽകുന്നു. ഇനി സ്വാസ്ഥ്യധാര. ഷഷ്ടികശാലി പിണ്ടച്ചേത് അല്ലെങ്കിൽ ഞവരക്കിരി, ഞവര അരികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അരിയാണ്. 60 ദിവസം കൊണ്ട് പാകമായ വിളവെടുത്ത് ഉപയോഗിക്കാവുന്ന അരിയാണ് ഞവര. ഇതിൽ നമ്മൾ ഞവരക്കിരി ചെയ്യുമ്പോൾ കുറുന്തോട്ടി പാൽക്കഷായത്തിൽ ഞവര വേവിച്ചിട്ട് 4 കിരികളാക്കിയാണ് നമ്മൾ ഞവരക്കിരി ചെയ്യുന്നത്. ഞവരക്കിരി ചെയ്യുന്നതിൻ്റെതായ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് പോഷണം പോലത്തെ ചികിത്സകൾ, അതുപോലെ മസിൽ വേസ്റ്റിങ്,
ഇത് ബലക്കുറവ്, ശരീരത്തിൻ്റെ ബലക്കുറവ്, പേശികളുടെ ബലക്കുറവ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞവരക്കിഴി ചെയ്യുന്നത്. നമുക്കിനി ചികിത്സയിലേക്ക് കിടക്കാം. ആദ്യമായി പേഷ്യൻറ്റിനെ ഇരുത്തിക്കൊണ്ട് തലയിൽ തളം വെക്കുക. എണ്ണ തടവുക പുറത്തും ദേഹത്തും. ശരീരത്ത് എണ്ണ നന്നായി തടവിയതിന് ശേഷം ഇളം ചൂടോടുകൂടി പാലും കുറുന്തോട്ടിയും കൂടെ ഒന്നിച്ച് ഇളം ചൂടോടുകൂടി ആക്കിയിട്ട് ഞവര അതിൽ ചൂടാക്കി തേക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായി നമ്മൾ ഞവര തേക്കാൻ ഇരു സൈഡിൽ നിന്നും 2 കിഴികൾ ഉപയോഗിച്ച് നമ്മൾ ഞവര തേക്കുകയാണ് ചെയ്യുന്നത്. കിഴി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കിഴി ചെയ്തിട്ട് അത് വടിച്ചു മാറ്റി അടുത്ത കിഴി ചെയ്യുന്നത്. 30 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി ഓരോ കിഴിയും ഇളം ചൂടോടുകൂടി ഓരോന്ന് വീതം ഓരോരുത്തരെടുത്തിട്ട് 2 സൈഡിൽ നിന്നായിട്ടാണ് നമ്മൾ കിഴി ചെയ്യുന്നത്. വളരെ മൃദുവായിട്ട്. ചരിച്ചെടുത്തി മലർത്തി കിടത്തുക. ലെഫ്റ്റ് സൈഡിലേക്ക് ചരിച്ച് കിടത്തുക. നേരെ കിടത്തിക്കൊള്ളു. എഴുന്നേറ്റിരുത്തുക. പുറകിൽ കൂടി ചെയ്തിട്ട്
തുടച്ചു മാറ്റുക. ഇളം ചൂടോടുകൂടി എണ്ണ ദേഹത്ത് അപ്ലൈ ചെയ്യുക. ആദ്യം പുറകിൽ ചെയ്ത് കൈകളിലും കാലിലും ദേഹത്തും പുരട്ടുക. തളം തുടച്ച് മാറ്റുക. ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് തളം ഒന്നും കൂടി തുടയ്ക്കുക. ഞവര തുടച്ച് മാറ്റിയതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റിന് വേണ്ടിയിട്ട് പാത്രത്തിൽ തന്നെ ഇരുത്തുക. അതിനുശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കണം. അതിൽ നമ്മൾ ഞവര ചെയ്യും ബാലശോഷം, ഞരമ്പിൻ്റെ ബലക്കുറവ്, ന്യൂറോളജിക്കൽ ഇഷ്യൂസ് അതുപോലുള്ള അസുഖങ്ങൾക്കാണ് നമ്മൾ ഞവര കൂടുതലായി ചെയ്യുന്നത്. പിന്നെ നമ്മൾ മസിൽ വേസ്റ്റിങ്, ഫേസ് ഫേമിങ്, അത് ഫേസ് ടോണിന് വേണ്ടിയിട്ടും ഒരു ഫേമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഞവര കൊടുക്കാറുണ്ട്. അതുപോലെ മുഖത്തിനും മുഖലേപത്തിനകത്തും നമ്മൾ ഞവര യൂസ് ചെയ്യുന്നുണ്ട്. ഞവര ചെയ്യുമ്പോൾ മുഖത്തിന് നല്ലൊരു ഗ്ലോ, സ്കിന്നിന് നല്ല റെജുവനേഷൻ ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ് ഞവര തെറാപ്പി. അതുപോലെ തന്നെ നമ്മൾ ചികിത്സകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് നമ്മൾ ഞവരയെ കണക്കാക്കുന്നത്. വാദത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്ത് കുറുന്തോട്ടി കഷായം ഉപയോഗിക്കുന്നുണ്ട്. പാല് ശോഷണത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മസിൽ വേസ്റ്റിങ്ങും ക്ഷീണം, ശോഷം എന്നീ അവസ്ഥയിലെല്ലാം ഞവര വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സ കൂടിയാണ്. സുഖിനോ ഭവന്തു. ആധുനിക വൈദ്യശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ പല സത്യങ്ങളും ഭാരതീയ ഋഷികളിൽ ജ്ഞാനവാസകളുടെ ഭാഗമായി വന്ന അറിവുകളുമാണ് ആയുർവേദത്തിൻ്റെ നേരറിവുകൾ. ധർമാർത്ഥ സുഖസാധകമായ ദീർഘായുസ് ആഗ്രഹിക്കുന്നവർ ആയുർവേദത്തിൻ്റെ ഉപദേശങ്ങൾ ആദരിക്കണമെന്ന് അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നു. കൂടുതൽ ആയുർവേദ ചിന്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു.